നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ടതുപോലെയുള്ള 3D സേവ് ദ ഡേറ്റ് വീഡിയോ എങ്ങനെ പ്രീസെറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രീസെറ്റിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പക്ഷേ പാസ്വേഡ് ഉണ്ടായിരിക്കും. ടോട്ടൽ 6 ഡിജിറ്റ് പാസ്വേഡ് ആണ് ഉണ്ടാവുക. 2 ഡിജിറ്റ് വീതം 3 ടൈംസ് ആയിട്ട് വീഡിയോയിൽ എവിടെയെങ്കിലും ആയിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളിത് ചെറിയൊരു ഗിഫ്റ്റ് ഒളിഞ്ഞെടുപ്പുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഏതെങ്കിലും 4 പോർഷനിലായിട്ട് 4 സെറ്റ് കോഡ് ഞങ്ങൾ സ്ക്രീനിൽ എഴുതി കാണിക്കും. നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർഡറിൽ നോട്ട് ചെയ്ത ശേഷം ഇൻസ്റ്റയിൽ കയറുക, ഞങ്ങളുടെ പേജിൽ കയറുക, എന്നിട്ട് അവിടെ ഞങ്ങൾ ഈ ഒരു വീഡിയോന്റെ റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീഡിയോ നിന്ന് കിട്ടിയ ഈ ഒരു കോഡ് ഓർഡറിൽ കമന്റ് ചെയ്യുക. അങ്ങനെ കറക്റ്റായിട്ട് കമന്റ് ചെയ്യുന്ന ആദ്യത്തെ 5 ആൾക്കാർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരാൾക്ക് 2 വീഡിയോയും ബാക്കി വരുന്ന 4 പേർക്ക് ഓരോ വീഡിയോ വീതം ചെയ്തു കൊടുക്കുന്നുണ്ട്. വിന്നേഴ്സിന്റെ ലിസ്റ്റ് ഞങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ. പിന്നെ ഒരു കാര്യം, വിന്നേഴ്സ് നിർബന്ധമായിട്ട് ഞങ്ങളുടെ ബ്രൈറ്റൺ മലയാളം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതേപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തിരിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. എഡിറ്റിങ്ങിന്റെ A to Z കാര്യങ്ങളുണ്ട്. ലൈറ്റ് മോഷൻ മാത്രമല്ല, കൈൻ മാസ്റ്റർ, ഇൻഷോട്ട്, VN, ക്യാപ്കട്ട്, അങ്ങനെ എല്ലാ ആപ്പിലുള്ള എഡിറ്റിങ്ങും ഉണ്ട്. അതിൽ തന്നെ ബർത്ത്ഡേ, ആനിവേഴ്സറി, കാർഡ് മേക്കിംഗ്, പോസ്റ്റർ മേക്കിംഗ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി എഡിറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റിൻ്റെ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ വീഡിയോന്ന് കിട്ടിയ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഇത് നേരെ നമ്മുടെ അലൈറ്റ് മോഷനിലേക്ക് ലോഡായിട്ട് വരും. ഇമ്പോർട്ട് കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം, കണ്ടിന്യൂ ടു ടൈം ലൈൻ സെലക്ട് ചെയ്യാം. ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ ഒരു പ്രീസെറ്റിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇമ്പോർട്ട് ഇഷ്യൂ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക്ലി സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആകെ 45 റുപ്പീസേ വരുന്നുള്ളൂ. എഡിറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ ഏതൊക്കെ മോഡലുള്ള കാർഡാണ് വേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വ്യൂ പാനലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ക്യാമറ ഒന്ന് ഇനേബിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള, ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു സേവ് ദ ഡേറ്റ് എന്നുള്ള ആ ഒരു സൈസിലുള്ള ഒരു 3 കാർഡ് നമുക്ക് ആവശ്യമാണ്. 3 കാർഡ്സിൽ ഒന്നിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കപ്പിൾസിൻ്റെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ഒന്നുകൂടി ഈ ഒരു വീഡിയോ ഒന്നുകൂടി കളറാവും. പിന്നെ സ്ക്വയർ ടൈപ്പിലുള്ള 2 കാർഡ്, ഇതാണ് വേണ്ടത്. ടോട്ടൽ 5 കാർഡ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിനി എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ ലെയേഴ്സാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം. നമുക്കിവിടെ ഒരു സെക്കൻഡ് ലെയർ ഉണ്ട്, 3D മെയിൻ ലെയർ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ആ ഒരു ലെയർ സെലക്ട് ചെയ്യാം. എഡിറ്റ് ഗ്രൂപ്പിലേക്ക് പോവാം. ഇതിൽ 3 ലെയേഴ്സ് ആണുള്ളത്. അതിൽ കാർഡ് 1 എന്നുള്ള ആ ഒരു ലെയർ സെലക്ട് ചെയ്യാം. കളർ ആൻഡ് ഫില്ലിൽ പോവാം. ഈ ഒരു സെക്ഷനിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ആദ്യം കാണേണ്ട കാർഡ് ആദ്യം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് വരാം. അതേപോലെ തന്നെ കാർഡ് 2ൻ്റെ ലെയർ സെലക്ട് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ കളർ ആൻഡ് ഫില്ലിലേക്ക് പോവുക, മീഡിയയിലേക്ക് പോവുക. അവിടുന്ന് നിങ്ങളുടെ സെക്കൻഡ് കാർഡ് ഏതാണോ വേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക് വരാം. ഇനി നമുക്ക് ഇതിൽ തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് പോവാം. കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ ഏകദേശം ഒരു 33 സെക്കൻഡൊക്കെ എത്തുന്ന ടൈമിൽ ഇവിടെ ഒരു കാർഡ് 3 എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. സെയിം മോഡലിൽ തന്നെ കളർ ആൻഡ് ഫില്ലിൽ പോവുക. മീഡിയെന്ന് നിങ്ങളുടെ കയ്യിലുള്ള കാർഡ്, മൂന്നാമത് സെയിം സൈസുള്ള ആ ഒരു കാർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കപ്പിൾസിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ലുക്കായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ബാക്ക് വരാം. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ലെയർ ഏതാണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് ഏകദേശം ഒരു 18 സെക്കൻഡൊക്കെ എത്തുന്ന ടൈമിൽ 2 കാർഡ്സ് നിങ്ങൾക്ക് കാണാം. കാർഡ്സ് ഫ്ലൈ 01 എന്നും അതേപോലെ കാർഡ്സ് ഫ്ലൈ 02 എന്ന് പറയുന്ന 2 ലെയർ കാണാം. 2 സ്ക്വയർ കാർഡാണ്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിലൊരു കാർഡ് സെലക്ട് ചെയ്യാം. കളർ ആൻഡ് ഫില്ലിൽ പോവാം, മീഡിയയിൽ പോവാം. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ക്വയർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് വരാം.
അതേപോലെ അടുത്ത ലെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ചെയ്യാൻ. സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രീസെറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. പ്രീസെറ്റൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പാസ്വേഡ് വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പം വീഡിയോ കാണാൻ ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യാൻ നമുക്ക് ടോപ്പിൽ ഒരു എറോ ഉണ്ടാവും, ടോപ്പ് റൈറ്റിൽ ഒരു എറോ പോലെ ഉണ്ടാവും, അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. ടോപ്പ് റൈറ്റിൽ മേലുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കാം. ശേഷം സേവ് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.